തുറപ്പും കാര്യങ്ങളൊക്കെ വരികയാണ്. ഒരു ക്യാൻറ്റീൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അല്ലേ? ബാഗുകൾ അല്ലേ, ചെറിയ ബുക്കുകളൊക്കെ ഇഷ്ടംപോലെ. എക്സാം പേപ്പർ അല്ലേ? റാംസൺ എക്സാം പേപ്പർ 20 രൂപ തൊട്ട് ബുക്കുണ്ട് കേട്ടോ. ഇത് എല്ലാവരും തിരക്കി കിടക്കുന്ന ഒരു കാര്യമാണ്. ബ്ലാക്ക് ഷൂ ഒക്കെ 466 രൂപ തൊട്ട് നല്ല അടിപൊളി സ്കൂൾ ബാഗ് ഉണ്ട് കേട്ടോ. നമുക്ക് ലഞ്ച് ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളും പലതരത്തിലുള്ള ലഞ്ച് ബാഗ് ബ്രൗൺ ഉണ്ട്, പലതരത്തിലുള്ള പേപ്പർ ഉണ്ട്, അതിന്റെ പ്ലാസ്റ്റിക് ഉണ്ട്, സ്കെച്ച് പേന, കളർ പെൻസിലുകൾ, ക്രയോൺസ്, റബ്ബറുകൾ. ഓൾമോസ്റ്റ് ഒരു LKG തുടങ്ങുന്ന തൊട്ടുള്ള സാധനങ്ങളില്ലേ. ഒട്ടും പഠിച്ചിരിക്കുന്ന കാര്യമില്ല. ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കുക. ലാഭയില്ല, ലാഭമല്ല ഇവിടുത്തെ ഒരു കാര്യം. പിന്നെ ഒരു സഹകരണ സംഘത്തിന്റെ ഒരു സർവീസ് എന്ന നിലയ്ക്ക് ഈ പൊതുവിപണിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ബ്രാൻഡഡ് സാധനമാണെങ്കിലും ഏത് ഐറ്റം എടുത്താലും അമിതമായ ലാഭവും കാര്യങ്ങളും ഉണ്ട്. സാധാരണക്കാർക്ക് നല്ല രീതിയിൽ നമ്മൾ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യണം. ഒരു പ്രാവശ്യം നമ്മുടെ ഈ സംരംഭത്തിൽ വന്നവർ പിന്നീട് ഒരിക്കലും ഇവിടുന്ന് പോകാറില്ല. ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പോലീസും പബ്ലിക്കും തമ്മിൽ എപ്പോഴും ഒരു കണക്ഷൻ വേണമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പോലീസുകാർ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ സ്കൂൾ മാർക്കറ്റ് ഇപ്പം സ്കൂൾ തുറപ്പും കാര്യങ്ങളൊക്കെ വരികയാണ്. അതിനുവേണ്ടി നമ്മുടെ പോലീസിന് മാത്രമല്ല പബ്ലിക്കിന് കൂടി പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു ക്യാൻറ്റീൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അല്ലേ? അതെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പരിപാടി? ഇത് എത്ര വർഷമായി സംഭവം തുടങ്ങിയിട്ട്? സാധാരണ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ഇതെല്ലാം പബ്ലിക്കിന് വരാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. പോലീസ് ക്യാൻറ്റീൻ കേട്ടിട്ടുണ്ട്. പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടാണ്. ഇത് എന്തിൻ്റെ ബേസിലാണ്? പോലീസിൻ്റെ ബേസിലാണോ അതോ സംഘത്തിൻ്റെ ബേസിലാണോ? എങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്? നമ്മുടെ കൊല്ലം ജില്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയീസ് സഹകരണ സംഘം കഴിഞ്ഞ 8 വർഷക്കാലമായി നടത്തി വരുന്ന ഒരു സംരംഭമാണ് ഈ സ്കൂൾ മാർക്കറ്റ്. ഇപ്പോൾ നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ ടൗണിലുള്ള ആൾക്കാർക്ക് ഏറ്റവും അടുത്ത് പർച്ചേസ് ചെയ്യാന്നുള്ളൊരു സാധിക്കത്തക്ക രീതിയിലാണ് നമ്മൾ എയർ ക്യാമ്പ് അങ്കണത്തിൽ തന്നെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞ കിഴക്കൻ മേഖലയിൽ നമ്മൾ കൊട്ടാരക്കരയിലും തൊട്ടപ്പുറത്ത് മലയോര പ്രദേശമായ അഞ്ചലിലും ഞങ്ങൾ ഈ സംരംഭം നടത്തുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയിൽ മൂന്നിടത്താണ് ഈ സംരംഭം നടത്തുന്നത്. അതിനിപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ എയർ ക്യാമ്പിലെ ഈ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടത്തിയിരുന്നു. അഞ്ചലിൽ 2 ദിവസം മുമ്പ് നടത്തിയിരുന്നു. കൊട്ടാരക്കരയിൽ വിരുന്നാളുകൾ തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ് എന്താണ്? പബ്ലിക്കിനൂടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് റേറ്റ് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണോ? എന്താണ് ഇതിൻ്റെ ഒരു കറക്റ്റ്? അല്ലെങ്കിൽ പോലീസുമായിട്ടുള്ള ഒരു കണക്ഷൻ പബ്ലിക്കിന് വരികയാണ്. എന്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ പർപ്പസ്? സത്യത്തിൽ ഇത് പോലീസ് സമൂഹത്തിനിടയിൽ തന്നെ ഒരുപാട് ചർച്ചയായ ഒരു വിഷയമാണ് ഈ സ്കൂൾ മാർക്കറ്റിൻ്റെ ഒരു സംരംഭം. ഈ സ്കൂൾ തലങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സീസൺ സമയത്ത് ഈ പൊതുവിപണിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ബ്രാൻഡഡ് സാധനമാണെങ്കിലും ഏത് ഐറ്റം എടുത്താലും അമിതമായ ലാഭവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഒരു സംരംഭം നമുക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കിടയിൽ തന്നെ വന്നതുകൊണ്ടുമാണ് ഞങ്ങൾ ഈ പറഞ്ഞ കേരളത്തിലെ ഓരോ ജില്ലാ പോലീസ് സഹകരണ സംഘവും മുന്നിട്ട് ഇറങ്ങിയത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൊല്ലത്ത് നടത്തി കഴിയുന്നത്. ഇപ്പോൾ ഈ ജില്ലയിലെ നമ്മളെ 14 പോലീസ് സംഘടനകളും ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ ആരംഭിച്ചു. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് പ്രോഡക്റ്റുകൾ എന്ന് വെച്ചാൽ സ്കൂളിന് വേണ്ട, സ്കൂൾ തുറപ്പിന് വേണ്ടുന്ന കുട്ടികൾക്ക് വേണ്ടുന്ന ബാഗ് ഉൾപ്പെടെ അല്ലേ? ബാഗ്, പുസ്തകങ്ങൾ, ബുക്കുകൾ, പേന അല്ലേ? അപ്പോൾ അതിൻ്റെ പല ഭാരവാഹികളാണ് നിൽക്കുന്നത്. അത് പരിചയപ്പെടുത്തിയില്ല. ആദ്യം ഒന്ന് പറയാം പേരും കാര്യങ്ങളും. പോലീസ് സഹകരണ സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വിനോദാണ്. ഓക്കെ. അദ്ദേഹം KPOയുടെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് കണ്ണസാറാണ്. ഓക്കെ. അദ്ദേഹം നമ്മുടെ KPയുടെ കേരള പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ അരുൺ ദേവ്, എക്സിക്യൂട്ടീവ് മെമ്പർ അപ്പു ഉണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്കിൽ പോകണ്ടല്ലേ? ഇത് നമ്മൾ എത്ര രൂപയൊക്കെ ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? സാധനങ്ങളാണ് നമ്മൾ വെച്ചേക്കുന്നത്. ക്ലാസ്മേറ്റ് ഉണ്ട്, പേപ്പർ ഗ്രിഡ് ഉണ്ട്, അർബൻജ് ഉണ്ട്, നമ്മുടെ കൺസ്യൂമർ ഫെഡിൻ്റെ തന്നെ ത്രിവേണിയുടെ ബുക്ക് ഇരിപ്പുണ്ട്, ക്ലാസ്മേറ്റ്. അതിൻ്റെ പല വിഭാഗത്തിലുള്ള ബ്രാൻഡഡ് സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ടല്ലേ? ഈ പറഞ്ഞതിനൊക്കെ വിലക്കുറവിനാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ MRP ക്ലാസ്മേറ്റ് 55 ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വില 40 രൂപയാണ്. അതിനൊക്കെ തന്നെ പേപ്പർ ഗ്രിഡ് ഇരിപ്പുണ്ട്, അതിൻ്റെ MRP 60 ആണ്, നമ്മുടെ ഇവിടുത്തെ വില 39 രൂപയാണ്. ഇപ്പം വില കുറഞ്ഞ ബുക്ക് പോലെ അർബൻജ് ഉണ്ട്, സ്കൂൾമേറ്റ് ഉണ്ട്, അതൊക്കെ ത്രിവേണി നമ്മളെ സഹകരണ സംഘത്തിൻ്റെ കൺസ്യൂമർ സംഘം ഇറക്കുന്ന ബുക്കാണ്. അത് നമ്മൾ 40 രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ക്വാളിറ്റിയുള്ള അതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഘത്തിൻ്റെ ഒരു ലേബൽ വെച്ചാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. സാധാരണ ത്രിവേണി ബുക്ക് ഈ പറഞ്ഞതുപോലെ അവരുടെ ത്രിവേണി എന്നുള്ള രീതിയിലാണ്. ഇതിപ്പോൾ സംഘത്തിന്റെ രീതിയിൽ നമ്മൾ പ്രത്യേക കവർ പേജ് ഒക്കെ ഇറക്കിയത്. അതും നമ്മളൊരു 40 രൂപയ്ക്കാണ് നൽകിയത്. ഏറ്റവും കുറഞ്ഞ ബുക്കൊക്കെ ഏറ്റവും കുറഞ്ഞ ബുക്കും ആ സൈഡിലല്ല. എത്ര രൂപയ്ക്ക് അത് ഏറ്റവും കുറഞ്ഞ ബുക്ക് കണ്ട സ്കൂൾമേറ്റ് പോലുള്ള ബുക്കുകൾ നമ്മളിവിടെ 34 രൂപയ്ക്കാണ്. 34 രൂപയ്ക്ക് പേജുകളുള്ള ബുക്കാണ്. എത്ര പേജുള്ള ബുക്ക്? ഇത് ഏകദേശം 172 പേജസ് ഉണ്ട്. 176 പേജുള്ള ബുക്കാണ് അല്ലേ? ഓക്കെ. 34 രൂപ കേട്ടോ ഈ ബുക്കിന്. ഇത് എക്സാം പേപ്പർ അല്ലേ? എക്സാം പേപ്പർ റാംസൺ എക്സാം പേപ്പറാണ്. അതിന്റെ MRP അവിടെ പറഞ്ഞു 110 രൂപ. നമ്മുടെ ഇവിടുത്തെ 65 രൂപ. ഇതിന്റെ സിംഗിൾ ലൈനും ഉണ്ട്, രണ്ടും ഒരേ റേറ്റ് ആണ്. ഇത് നമ്മുടെ ബുക്കിന്റെ റേറ്റ് പ്രൈസ് ലിസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. 55, 80, 32, 30 രൂപ ബുക്കുണ്ടല്ലേ? 24 രൂപ. അതിന്റെ തൊട്ടപ്പുറത്ത് കാണും. ഓക്കെ. 30 രൂപ തൊട്ട് 20 രൂപ അല്ലേ? 20 രൂപയുള്ള ബുക്കിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട്. 20 രൂപ തൊട്ട് ബുക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ നേരത്തെ 34 രൂപ പറഞ്ഞല്ലേ? അതിൽ കുറഞ്ഞ റേറ്റിൽ പ്രൈസ് ഉണ്ട്.
ചെറിയ ബുക്കുകളൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. കൂടുതൽ ആൾക്കാർ കൂടുതൽ ആൾക്കാരും വരുന്നത് ബ്രാൻഡഡ് സാധനങ്ങൾ വരുന്നുണ്ട്. എന്നാലും വില കുറഞ്ഞ ബുക്കുകൾ തിരക്കിയ ആൾക്കാർ ഇഷ്ടംപോലെ. രണ്ട് ഭാഗവും വേണമല്ലോ, സാധാരണക്കാർക്ക് ഈ സ്ഥലത്ത് നല്ല രീതിയിൽ നമ്മൾ പർച്ചേസ് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ സംരംഭത്തിൽ വന്നവർ പിന്നീട് ഒരിക്കലും ഇവിടുന്ന് പോകാറില്ല. എല്ലാവർക്കും അറിയത്തില്ല ഇത് പൊതുജനങ്ങൾക്ക് കൂടിയാണ് എന്നുള്ളത്. ഇപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രൊഫഷൻ എന്നുള്ളതിൽ ഭയങ്കര പബ്ലിസിറ്റി എല്ലായിടത്തും കാണിക്കുന്നുണ്ട്. എന്തായാലും അവരുടെയൊക്കെ ഒരു നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. പിന്നെ ഇതാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഷൂസ് ഇത് എല്ലാവരും തിരക്കി കിടക്കുന്ന ഒരു കാര്യമാണ്, ബ്ലാക്ക് ഷൂ ഒക്കെ. അത് നമുക്ക് ഇതിപ്പോൾ നമുക്ക് VKCയുടെ ഷൂ ഇരിപ്പുണ്ട്. മറ്റൊരു വെൽക്കം എന്ന് പറഞ്ഞൊരു 3 ടൈപ്പ് ബ്രാൻഡഡ് ഷൂ ആണ് ഇവിടെ ഇരിക്കുന്നത്. വെൽക്കം ഇരിപ്പുണ്ട്. അല്ല, അത് വെൽക്കം ആണ് അല്ലേ. ഓക്കെ, വെൽക്കം എന്ന് പറഞ്ഞ ബ്രാൻഡ് ഷൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 186 അല്ലേ. വില അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ VKCയുടെ 186 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. ഒഡീസിയുടെ 204 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ഷൂ ആണോ. സ്കൂളിൽ അത്യാവശ്യം ഡ്യൂറബിൾ ആയിട്ടുള്ള ആൺകുട്ടികളുടെ ഉണ്ട് എല്ലാ ഷൂ അല്ലേ. വൈറ്റ് ഷൂ ടൈപ്പ് എല്ലാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സാധനം കറക്റ്റ് സൈസ് ഇല്ലെങ്കിൽ ഉടനെ കറക്റ്റ് സൈസ് ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കും. തീർച്ചയായിട്ടും ഒരു വീട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ സൈസിനകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ബാഗുകളൊക്കെ ഭയങ്കര ഡെക്കറേറ്റീവ് ആണ്. ഇപ്പോഴത്തെ ഏറ്റവും പാസോ ടൈപ്പ് സ്കൂൾ പിള്ളേരുടെ കൂടുതൽ ബ്രാൻഡഡ് പ്രോഡക്റ്റ് എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളുണ്ട്. വില കുറഞ്ഞ സാധനം ബാഗ് ഇരിപ്പുണ്ട്. ഇപ്പോൾ ലൂണാർ ഉണ്ട്, ഫെദർ ഉണ്ട്, ഒഡീസി സ്കൂബി ഇരിപ്പുണ്ട്. അതുപോലെ അമേരിക്കൻ ടൂറിസ്റ്റർ ബാഗ് ഉണ്ട്, സ്കൈ ബാഗ് ഉണ്ട്, ഒരു 7-8 ടൈപ്പ് ബാഗുകളുടെ ഒരു വലിയ ബാഗിനകത്താണ് ഇച്ചിരി ഡിമാൻഡ് ഉള്ളത്. ഇപ്പം വരുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് തന്നെ ഒരു കൺഫ്യൂഷൻ, ഇത് ഏത് ബാഗ് എടുക്കണം. എല്ലാം വില കുറച്ചാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഏകദേശം നമുക്ക് 466 അല്ലേ. 466 രൂപ ഇട്ട് നല്ല അടിപൊളി സ്കൂൾ ബാഗ് ഉണ്ട് കേട്ടോ. ഇതൊരു സ്കൂൾ ബാഗിന്റെ ഫുൾ സെക്ഷൻ. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളും പലതരത്തിലുള്ള ലഞ്ച് ബാഗ് എന്ന് പറഞ്ഞൊരു ലഞ്ച് ബാഗ്. ഇതിന്റെ MRP പ്രൈസ് ആണ് ഇതിനകത്തിരിക്കുന്നത്. 240 രൂപ അല്ലെങ്കിൽ 230 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും വില പറഞ്ഞ 150 രൂപയുടെ ബാഗ് ഇരിപ്പുണ്ട്. 150 രൂപ പല മോഡലുണ്ട്. പല മോഡൽ വെർട്ടിക്കൽ ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയുള്ളതുണ്ട്. ശരി ബാഗ് ടൈപ്പ് ഉള്ളത് അത് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പ് പല ഷേപ്പിലുള്ള സൗകര്യത്തിനനുസരിച്ചുള്ള സൈസാണ്. ഇത് എനിക്ക് തോന്നുന്നു ലഞ്ച് ബോക്സ് സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് കൊണ്ടുപോകാം. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്രാഫ്റ്റ് പേപ്പറാണ് അത്. റാപ്പ് ചെയ്യാനുള്ള പൊതിയാനുള്ള ബ്രൗൺ ഉണ്ട്, പലതരത്തിലുള്ള കളർ പേപ്പർ ഉണ്ട്. അതിന്റെ പ്ലാസ്റ്റിക് ഉണ്ട്. ഇത് ട്രാൻസ്പെറന്റ് കളർ ഉണ്ട്. എല്ലാ ഓപ്ഷൻസും കൊടുക്കുന്നുണ്ടല്ലേ. ഇത് മിക്സഡ് കളർ. ഓക്കെ, ഇതൊക്കെ റേറ്റ് ഒക്കെ എന്തോ വരുന്നത് ഇതിന്റെ റേറ്റ് ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള. ഇപ്പം ഇതിന്റെ പറഞ്ഞിരിക്കുന്നത് MRP 110 നമ്മുടെ വില 52 രൂപ അല്ലേ. അതിന്റെ പകുതി താഴെയുള്ളൂ. 50% നമ്മളിത് കൊടുക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റീലിന്റെ പാത്രങ്ങളുണ്ട്. ഇതെല്ലാം എല്ലാം വില കുറവ്. ഓവൽ ഷേപ്പ് ഉണ്ട്. ഇതിന്റെ പ്രൈസ് റൗണ്ട് കളർ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ ഇച്ചിരി നല്ല കട്ടിയുള്ള കേജ് കൂടിയ സാധനം 396 രൂപ വിലയുള്ളതാണ്. പ്രത്യേകിച്ച് നല്ല കട്ടിയുണ്ട്. നല്ല കട്ടിയുള്ള ടേബിളായിട്ട് സാധനമുണ്ട്. കേജ് കൂടിയതാ അല്ലേ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. അല്ല ഈ പോലീസ് സ്കാൻ ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയല്ലേ കൊടുക്കാം. വില കുറഞ്ഞ സാധനവും നമ്മളിരിപ്പുണ്ട്. അതിന്റെ പലതര ഐറ്റംസ് ഇരിപ്പുണ്ട്. കോട അല്ലേ. കോടയും റെയിൻ കോട്ടും. ഇത് വരുമ്പോഴത്തേക്ക് പറഞ്ഞ കമ്പനിയുടെ സാധനമാണ്. സീൽ എന്ന് പറഞ്ഞ വലിയവരുടെ ഫുൾ റെയിൻ കോട്ട് തൊട്ടക്ക് നമ്മൾ ലേഡീസിന്റെ റെയിൻ കോട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചു സ്കൂൾ തുറപ്പിന് ഒരാവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ് റെയിൻ കോട്ട്. കോട ആകെയുള്ള സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട്. കോടയൊക്കെ എത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തത്? കോടയൊക്കെ നമ്മുടെ വില എന്ന് പറഞ്ഞാൽ ഒരു 3-fold ടൈപ്പ് കോടയാണ്. 3-fold ടൈപ്പ് ഏകദേശം 370 രൂപയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. കുട്ടികളുടെയൊക്കെ ചെറിയ കടയുണ്ട്. ഈ ടൈപ്പ് 350 രൂപ അല്ലേ. 350 അങ്ങനെ കൊച്ചു കുട്ടികളുടെ കൂടെയുണ്ട്. അവരുടെയൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഡെക്കറേറ്റീവ് ആണല്ലോ. കമ്പനി സാധനമാണ്. ജോൺസിന്റെ സാധനമാണ്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പേന, പെൻസിൽ, സ്റ്റേഷനറി സാധനങ്ങളൊക്കെയാണ്. പേനയൊക്കെ എത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? പേന എല്ലാം 7 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 അല്ലേ. 7 ഇപ്പൊ സെല്ലോ ഗ്രിപ്പറൊക്കെ 7 ആണ്. ടെക്നോ ടിപ്പ്, പിൻ പോയിന്റ് 8 രൂപ തുടങ്ങുന്നുണ്ട്. 8 രൂപ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഈ സെക്ഷനിൽ പേന, പെൻസില് അപ്സരയുടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്സരയുടെ ഉണ്ട്. അതിന്റെ പല ജോൺസിന്റെ ഉണ്ട്. ഇതിന്റെ പല ഡാർക്ക്നെസ് വരുന്നുണ്ട് അല്ലേ. ഒരുപാട് കളറിന്റെ പല ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ അതെല്ലാം പെൻസിലാണ് അല്ലേ. പെൻസിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്കെച്ച് പേന, കളർ പെൻസിലുകൾ, ക്രയോൺസ്, റബ്ബറുകൾ, ഓൾമോസ്റ്റ് ഒരു LKG തുടങ്ങുന്ന തൊട്ടുള്ള ഇൻസ്ട്രുമെന്റ് ബോക്സ് വരുന്നു. ഇങ്ങോട്ട് മാർക്കർ, CD മാർക്കർ, ഒന്നിനും പുറത്തു പോകാൻ ആരില്ല അല്ലേ. എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്നതിനാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോട്ടിലുകൾ
ബോട്ടിലുകൾ ഈ പറഞ്ഞ കണക്ക് മിൽട്ടന്റെ ബോട്ടിലുകളുണ്ട്, ഈ പറഞ്ഞ ഏഷ്യന്റെ ബോട്ടിലുകൾ, കൂടുതൽ സ്റ്റീൽ കാറ്റഗറിയുള്ള ബോട്ട് അല്ലേ? ഫ്ലാസ്ക് ടൈപ്പ്, രണ്ട് ടൈപ്പ് ബോട്ടിൽ. അല്ല, ഇത് സത്യം പറഞ്ഞ എല്ലാ വർഷവും നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും പുതിയതൊന്നും മേടിച്ചില്ലെങ്കിൽ ഒരു സുഖം വരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതല്ല. കുട്ടികൾക്ക് എല്ലാ തവണയും പുതിയ സാധനങ്ങളാണ്. അപ്പം ഒട്ടും പഠിച്ചേക്കുന്ന കാര്യമില്ല. ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് പ്രൊഡക്റ്റിലൊക്കെ മേടിക്കുക. ലാഭയില്ല, ലാഭമല്ല ഇവിടുത്തെ ഒരു കാര്യം. ഒരു കാര്യം വെച്ചാൽ പബ്ലിക്കും പോലീസും നമ്മൾ ഒരു ഇന്ററാക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. പിന്നെ ഒരു സഹകരണ സംഘത്തിന്റെ ഒരു സർവീസ് എന്ന നിലയ്ക്കാണ് ഞങ്ങൾക്ക് ഇതിനൊക്കെ പ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രമുള്ള ലാഭം നടത്താൻ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ അമിത ലാഭത്തിനോട്ട് പോകുന്നുള്ള ഒരു ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയും ഒരു ചർച്ച വന്നതിനനുസരിച്ചാണ് നമ്മൾ ഇതിങ്ങനെ തുടങ്ങിയത്. പക്ഷേ നമ്മളെ സംഘങ്ങൾ ഇത്തരത്തിലുള്ള സംരംഭം ഏറ്റെടുത്തതിന് പിന്നാലെ ബാക്കിയുള്ള പുറത്തുനിന്നുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങളോടൊപ്പം കിടപിടിക്കാൻ വേണ്ടിയിട്ട് വില കുറച്ച് വിൽക്കുന്നവരുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ അവരോടൊപ്പം മത്സരിക്കുകയാണ്. അവരെക്കാട്ടി ഒരു 50 പൈസയെങ്കിലും കുറഞ്ഞേക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ആ രീതി തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ 8ാമത്തെ വർഷമാണ്. പലർക്കും അറിയാൻ സാധ്യതയില്ല ഇങ്ങനെ ഒരു, കാരണം ഇങ്ങനെ ഒരു സ്റ്റോൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലീസിന് മാത്രമായിരിക്കും എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ക്യാമ്പിനകത്ത് എല്ലായിടത്തും ഇതുപോലെ എല്ലാവർക്കും പോലീസ് ക്യാമ്പിനകത്ത് അല്ല, ചില സ്ഥലങ്ങളിൽ പുറത്താണ് നടത്തുന്നത്. ഒരു സൗകര്യം അനുസരിച്ചാണ് നമ്മുടെ ക്യാമ്പിൽ തന്നെ വെച്ചിരിക്കുന്നത്. കാര്യം തീർച്ചയായിട്ടും ഈ ഹൈവേ സൈഡും കൂടെ ആയതുകൊണ്ട് പോലീസുകാർക്കായാലും പറഞ്ഞ പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടവും കൂടി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭാഗത്ത് തന്നെ. സാറിന് ഇപ്പോൾ സ്കൂൾ ഉറപ്പൊക്കെ ആയി വരുന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ നമുക്ക് ജൂൺ മാസം ഫസ്റ്റ് വീക്ക് വരെ എന്തായാലും ഇതിനകത്ത് നമ്മൾ തുറന്ന് പ്രവർത്തിക്കും അല്ലേ? നമ്മളെ പ്രവർത്തന സമയം രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെയാണ്. 7 മണിക്ക് ശേഷവും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കും കൂടെ ഒരു പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾ അറേഞ്ച് ചെയ്തു. അതുകണക്ക് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നമ്മൾ ഈ സഹാരികളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു 10,000 രൂപ നമ്മൾ പലിശരഹിത വായ്പ കൂടി ഈ സമയത്ത് നമ്മൾ നൽകുന്നു. പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ പറഞ്ഞ കണക്ക് ക്രെഡിറ്റ് സൗകര്യം നമ്മൾ ലഭ്യമാകുന്നു. അത് പലിശരഹിത വായ്പയായിട്ട് ഒരു 10,000 രൂപ വരെ നമ്മൾ അത് പോലീസുകാർക്ക് മാത്രമേ നമ്മുടെ സഹാരികൾ പോലീസ് ഉദ്യോഗസ്ഥരാണല്ലോ. സഹകരണ സംഘമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് 4 സ്പെഷ്യൽ കൗണ്ടറുകളാണ് തുടങ്ങുന്നത്. അതിനകത്ത് 3 കൗണ്ടറും എല്ലാവർക്കും ഉപയോഗിക്കാം. 4ാമത്തെ കൗണ്ടർ പോലീസുകാർക്ക് വേണ്ടി മാത്രം. അത് വേണമല്ലോ, കാരണം നിങ്ങളുടെ കുറെ ഫണ്ട് ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ തീർച്ചയായിട്ടും അവർക്ക് ഒരു പ്രത്യേക കൗണ്ടർ. ഓക്കെ, അപ്പോൾ താങ്ക് യു. കാരണം ഇതിന്റെ പബ്ലിക്കിനെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ പബ്ലിസിറ്റിയാണ് ഞങ്ങളുടെ ഇതിന്റെ മുന്നോട്ടുള്ള വിജയത്തിന് കാരണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.